എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു പുതിയ ഗർഭത്തിൻ്റെ കഥയാണ് കേട്ടോ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ ആയിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷേങ്കിൽ ഇതിലെ സത്യാവസ്ഥകളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പിന്നെ ഓർത്ത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യണ്ടല്ലോ, ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്തു പോകാം, ഇതൊക്കെ അങ്ങനെ ചെയ്തു പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. എന്നാണേലും ഉണ്ടല്ലോ നമ്മൾ ഈ പെണ്ണുങ്ങൾ ഒരമ്മയാകുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. നമ്മൾ അത് ആകാൻ പറ്റാത്തവർക്കറിയാം അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അതിനെയൊക്കെ കളിയാക്കുന്ന രീതിക്കാണ് ഈ ഒരു പുള്ളിക്കാരൻ കാണിച്ചത്. പുള്ളിക്കാരി അല്ല, ഇത് ഒരു പുള്ളിക്കാരനാണ്. അത് ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഒരിക്കലും ഒരു ആണ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ അങ്ങനെ ഒരു തെളിഞ്ഞിട്ടില്ല. എനിക്കറിയത്തില്ല, എൻ്റെ അറിവ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് മുന്നേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർ പ്രസവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാൻ പറ്റാത്ത കുറേ മനുഷ്യരുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്നാന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഈ ചോദിക്കുന്നവരോടൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി ആണിത്. അങ്ങനെ ആകത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട്. കാര്യം ഇച്ചിരിയിലും ബോധവും ബുദ്ധിയുള്ളവർ ചിന്തിച്ച് നമ്മുടെ വീട്ടിലും ആണുങ്ങളുണ്ടല്ലോ ഇല്ലേ. സ്ത്രീയും പുരുഷനും വന്നാൽ പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആണെന്നാൽ പ്രസവിച്ചാൽ പോരെ. അങ്ങനെ ഒന്ന് ചിന്തിക്കുകയെങ്കിൽ നിങ്ങളൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇനി ഇവർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്തതാണോ എന്ന്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ കോമഡിയൊക്കെ അവതരിപ്പിക്കുന്ന സൂര്യ എത്ര വർഷം കൊണ്ട് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്നറിയാമോ? സൂര്യയുടെ ബോഡി പോലും അത്രയും ഒരു വെയിറ്റൊക്കെ ഓവർ വെയിറ്റൊക്കെ ആയിട്ട് ഇരിക്കുന്നത് സൂര്യയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സൂര്യയുടെ ബോഡിയൊക്കെ അത്രയും ഇതാകുന്നത്. ഇടയ്ക്ക് എല്ലാവരും പറയുന്നത് സൂര്യ പ്രഗ്നൻ്റ് ആണെന്ന് പറയാം. പക്ഷേ സൂര്യ ഒന്നും ഇതുപോലെ കോമാളിത്തരം കാണിക്കാനൊന്നുമില്ല കേട്ടോ. അവർക്കൊരു അമ്മയാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം അത് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീകളാണെങ്കിൽ പോലും നമുക്കൊരു യൂട്രസ് ഉണ്ടേ പോലും പലർക്കും കുട്ടികളുണ്ടാകാതിരിക്കുന്നവരുണ്ട് ഇല്ലേ. എത്രയോ പേർക്കുണ്ട് കുട്ടികളുണ്ടാകാൻ താമസിക്കുന്നവരുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു കുട്ടികളാകാൻ വേണ്ടി അവർ എന്തോരം പൈസ കളയുന്നവരുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇതുപോലൊരു കോമാളിത്തരം ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതിനൊന്നും ഒരു നിയമ നടപടികളൊക്കെ എടുക്കണം. ഇങ്ങനെയുള്ള അവരെന്തിനും കാണിച്ചാൽ അത് അല്ലെങ്കിൽ അവർക്ക് പറയാം ഞാൻ ഒരു അമ്മയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുകയാണ്, അവർക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ സ്വയം എനിക്കൊരു അമ്മയാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞാന്ന് എനിക്ക് അങ്ങനെ ആക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരോട് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയായിരുന്നേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ആ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ അത്രയും തയ്യാറെടുക്കുന്നല്ലോ എന്നെങ്കിലും ആൾക്കാർ വിചാരിച്ചേനെ. ഇത് അങ്ങനെയൊന്നും അല്ല. സിനിമയിലൊക്കെ ഗർഭം മാതിരിയാണ്. സിനിമയിലിപ്പം ഓടി വന്ന് ഒരു നായിക ഒക്കാനിക്കുന്നു, ഉടനെ വീട്ടുകാരെല്ലാം കൂടെ നോക്കുന്നു, ചിരിക്കുന്നു, സന്തോഷമാകുന്നു. പിന്നെ നായിക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് സീനാണ്. ആ പാട്ട് സീൻ കഴിയുമ്പോഴത്തേക്ക് പ്രസവം കഴിഞ്ഞിരിക്കും. അതാണ് ഇവിടെ ഈ ജാസിങ് തീരുമാനിച്ചേക്കുന്നത്. അതുപോലെയാണ് ശരിക്കുള്ള പ്രസവം. ഒരിക്കലുമല്ല. ഒരു അമ്മയാകുക എന്നുള്ളത് ശരിക്കും കഷ്ടപ്പാട് തന്നെയാണ്. അത് ഒരു ജീവിതത്തിൽ ഒരു പെണ്ണ് അനുഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിനാണെന്ന് പറഞ്ഞാലും ഒരു മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയൊരു ജന്മം കൊടുക്കുന്നത്. കാര്യം ആ സമയത്ത് അനുഭവിക്കുന്ന പെയിന് ഒരു സിസേറിയൻ എന്ന് പറഞ്ഞാൽ മിക്കവർക്ക് പണ്ടൊക്കെയുള്ളവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചുകൊണ്ട് പേടിയില്ല എന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റിയാൽ മതി, ആ തീരും, ആ ഒരു നിമിഷം കൊണ്ട് തീരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പെണ്ണ് ഒരു അമ്മയാകാൻ തയ്യാറാകുന്നത്. അവൾ ആ നോർമൽ ഡെലിവറി സമയത്ത് അനുഭവിക്കുന്ന പെയിനെന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന് സഹിക്കുകയില്ല. അത്രയ്ക്ക് ഒരു പെണ്ണിന് മാത്രമേ ഇത് പറ്റുള്ളൂ. അത്രയും പറയുന്ന കാര്യങ്ങളാണ് ഇതിപ്പം ഒരു ആണ് പെണ്ണയച്ച് ഞാനിപ്പോൾ പെറുമെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. നമുക്ക് എന്നാലും ഒരു സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ചുരിദാർ ഇടാറ് സാരി എടുത്ത് വന്നില്ല മറച്ചു വെക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ വയത് കാണത്തില്ലേ? ഞാൻ തമാശ പറയില്ല കേട്ടോ. നിങ്ങൾ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ. അല്ല, നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ എത്ര മാസമായി ഇപ്പൊ? എനിക്ക് 5 മാറും. ഇനി 5 മാസമായി അവർ ഗർഭിണി എന്നാണ് പറയുന്നത്. ഈ 5 മാസം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ 2 ദിവസം കൊണ്ട് അടക്കാൻ പറ്റുന്നില്ല. 5 ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമില്ല 5 മാസം എന്ന് പറയുന്നത്. അവർക്ക് ഒരു യൂട്രസ് പോലും ഇല്ലാതെ അവർ പ്രഗ്നൻ്റ് ആണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കുവാണ്. ഇവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊരു സൂചി പോലും കുത്തുന്ന പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെയിൻ ഇവർക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇവരുടെ ശരീരത്തിൽ ഇവർ യാതൊരുവിധ സർജറിയും ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആൾക്ക് യൂട്രസ് ഇല്ലാതെ പിന്നെ ഇവരെ ഏതിനകത്താണ് ഒരു കുഞ്ഞ്, ഞാനൊന്നും പറയുന്നില്ല.
ജാസി എന്ന് പറഞ്ഞ ആളെ ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് ശരിക്കും പഴയ രൂപം ഞാൻ കാണിച്ചു തരാം. ഇനി ചിലർക്ക് സംശയം കാണും, ഇവരിങ്ങനെ നടക്കുമ്പോൾ ഇത് പെണ്ണ് തന്നെയാണോ ആണ് തന്നെയാണോ എന്നുള്ളത്. അവരുടെ ശരിക്കുള്ള രൂപം ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് കൂടെ നിൽക്കുന്ന ആൾ തന്നെയാണ് അവരുടെ പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു താടി മീശയൊക്കെ വെച്ച് നടന്നൊരു വ്യക്തിയാണ് ഈ ജാസി എന്ന് പറയുന്ന ആൾ, അല്ലാതെ പുരുഷൻ തന്നെയായിരുന്നു. ഇത് നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നതാണ്, സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നതാണ്. അവർ പറയുന്നു അവരത് പുരുഷനല്ല എന്നറിഞ്ഞുകൊണ്ടാണ് അവരെ ബന്ധം ഒഴിഞ്ഞത്. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടോ, ഇവരുടെ എന്തോ സുഹൃത്തോ ആരെണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ ജാസി ഗൾഫിലൊക്കെ ആയിരുന്നു. അവിടെ ആയിരുന്ന സമയത്ത് സ്ത്രീകളുടെ ഹോർമോൺ കുത്തിവെച്ചാണ് ഇങ്ങനെ ആയ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല. അവിടെ ഒരാൾ പറഞ്ഞ് ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീയായി മാറിയത്. ഇവരുടേതായ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഇവർ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. കാര്യം ഇവർ പ്രഗ്നൻ്റ് ആണ്. നമ്മുടെ ശതമനൻ്റെ രാരിയൊക്കെ ഉള്ള പാട്ടൊക്കെ ഇട്ടാണ് ഇടുന്നത്. നല്ല അഭിനയിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണ് കേട്ടോ, നല്ലൊരു നടിയാണ് ഇവർക്ക് സിനിമയിൽ സീരിയലൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഇവർക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവർക്ക് അടിപൊളിയായിട്ട് കയറിപ്പം. കാര്യം ഒരു ഗർഭിണിയായ പെണ്ണ് ഇത്രയും അഭിനയിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇവർക്ക് സിനിമയിൽ ശരിക്കും ഗർഭം കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. നോർമലായിട്ടുള്ളൊരു ഗർഭം ഇവരാരും കണ്ടിട്ടില്ല. നോർമലായിട്ടുള്ളൊരു ഗർഭിണി എന്ന് പറഞ്ഞാൽ അവളവിടെ വീട്ടിൽ ജോലി ചെയ്യും. മറ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഛർദിനും മറ്റ് ക്ഷീണങ്ങളും ഇല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ ജോലിയും ചെയ്ത് ആ കുഞ്ഞ് അവിടെ കിടന്നത് വളരുകയും ചെയ്യും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ടൈമിൽ തന്നെ, ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രസവിക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും ശ്രമിച്ചാൽ കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് പ്രഗ്നൻ്റ് ആയി തുടങ്ങിയ ഫസ്റ്റ് ഇത് ആണെന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തൊട്ട് എനിക്ക് വോമിറ്റിംഗ് തുടങ്ങുമായിരുന്നു. പിന്നെ എനിക്കൊരു മനുഷ്യരെ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര വോമിറ്റിങ്. അതെല്ലാം വോമിറ്റിംഗ് ഒക്കെ ഒന്ന് കൊച്ചിലൊന്ന് കുറഞ്ഞൊരു 3 മാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇച്ചിരി കുറവന്നേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ട് മാറത്തില്ല. ആ ഒരു ഇച്ചിരി കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ BP തുടങ്ങും. BP തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെൻഷനാണ്. ആ ടെൻഷൻ അടിച്ച് BP ഇങ്ങനെ കൂടി മാസം തികയാതാണ്. ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ പ്രസവിച്ചത് മാസം തികയാതുള്ള പ്രസവമായിരുന്നു. കാര്യം സിസേറിനായിരുന്നു. അങ്ങനെ ഉള്ള ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇങ്ങനെയൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ എന്ന് ചിന്തിക്കും. ചുമ്മാട്ട് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇവരിങ്ങനെ പല കോലങ്ങളും കാണിക്കും. അപ്പോൾ ഇവർ ഈ പ്രഗ്നൻ്റ് ആണെന്ന് ഇവർ പറഞ്ഞ് നടന്നിടത്ത് തന്നെ ഇവരൊരു ഡോക്ടറെ കാണാൻ പോകുന്നതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇവർ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇവരിനി ഇത് വന്നേച്ച് എത്ര പറഞ്ഞ് വിളിപ്പിക്കാൻ നോക്കിയാലും ഈ കള്ളം പറഞ്ഞത് കള്ളമല്ലാതാകത്തില്ല. ജാസി എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞ് എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് എണീക്കുന്നുണ്ടാ തോന്നുന്നു ഇവരുടെ വയറ് കയറി അത് യൂട്രസ് വെച്ച് ഇവർ എണീറ്റാന്ന്. ഒരു ചെക്കപ്പ് കഴിഞ്ഞ് എണീക്കുന്ന ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഇത്രയും ഇങ്ങനെ ഒരുമാതിരി പെയിനോട് കൂടി ഒന്നും എണീക്കത്തില്ല. ഇതൊക്കെ ഓവർ ആക്ടിങ് ആണ്, ഇതൊക്കെ ചുമ്മാ ആക്ടിങ് ആണ്. ഇവരെവിടെയൊക്കെയോ എന്നതൊക്കെയോ കണ്ട് ഇതിനെപ്പറ്റി സത്യങ്ങൾ അറിയാതെ കിടന്ന് കാണിക്കുന്നതാണ്. പക്ഷേ ഇത് അന്ന് മുതലേ എല്ലാവർക്കും അറിയായിരുന്നു ഇത് ഫേക്കാന്നുള്ളത്. ഞാൻ നിങ്ങൾ ചോദിച്ചില്ല ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർ ഇങ്ങനെ പ്രസവിക്കുകയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഈ തരുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് ഒരു പെണ്ണ് ആണാകുകയും പെണ്ണാകുകയും ചെയ്തിട്ടും അവരുടെ ശരീരത്തിൽ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ലായിരുന്നു, ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ലായിരുന്നു. ഇതിൽ ഈ പെണ്ണാണായ ആളാണ് ഈ പ്രഗ്നൻ്റ് ആയത്. അത് അവരുടെ തന്നെ കുട്ടികൾ തന്നെയാണ്. അവർ 2 പേരും തമ്മിൽ അവർക്ക് പെണ്ണും ആണുമായി ഒരു മാറിയെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ അവർ ഒറിജിനൽ അവരുടെ ബോഡി എന്ന് പറയുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും തന്നെയായിരുന്നു. അപ്പം അങ്ങനെ അവർ അതിനെ പറ്റി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് ആ സമയത്ത്. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ഇങ്ങനെ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, എല്ലാ മനുഷ്യർക്കും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു കുട്ടി, നമ്മുടെ സ്വന്തം എന്ന് പറയേണ്ട ഒരു കുഞ്ഞ് എന്നുള്ള ആഗ്രഹം. അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാം. ആ വീഡിയോ നിങ്ങളെയും കാണിച്ചു തരാം. ഇതിപ്പോൾ നടന്നല്ല, കുറച്ച് നാൾ മുമ്പ് നടന്നൊരു കാര്യമാണ് കേട്ടോ. ഇത് ചിലർ വിശ്വസിച്ചിട്ടായിരിക്കും ഇവരുടെ കാര്യം എല്ലാവരും വിശ്വസിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ദമ്പതികളായ സിയയ്ക്കും സഹദിനും കുഞ്ഞു പിറന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഇതോടെ ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്മെൻ പിതാവായിരിക്കുകയാണ് സഹദ്. ഇതുവരെ അച്ഛനായിരുന്നയാൾ ഇനി അമ്മയാണ്, അമ്മ അച്ഛനും. കേട്ടല്ലോ, ഇങ്ങനെയാണ് കുട്ടികളുണ്ടാകുന്നത്. ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ സർജറി ചെയ്തെന്ന് പറഞ്ഞാലും അവർ ബ്രസ്റ്റാണ് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഇത് സ്ത്രീ പുരുഷനായവർ, അല്ലാതെ അവർക്ക് ശരീരത്തിന് വേറെ ഒരു മാറ്റങ്ങളും അവർ യൂട്രസ് എടുത്ത് കളയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒരു നോർമലായിട്ടുള്ള സ്ത്രീക്ക് പെട്ടെന്ന് യൂട്രസ് എടുത്ത് കളഞ്ഞാൽ, ഒരു കുഴപ്പമില്ലാത്തൊരു യൂട്രസ് എടുത്ത് കളഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിന് വരാറുണ്ട്. കാര്യം ഒരുപാട് ഡോക്ടേഴ്സ് ഒന്നും നമ്മുടെ യൂട്രസ് എടുത്ത് കളയാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ അതുപോലൊരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവം
സംഭവിക്കാം എന്നൊരിതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ യൂട്രസ് എടുത്ത് കളയുന്നത്. അല്ലാതെ ഒരു ഡോക്ടർമാരും ഒരിക്കലും യൂട്രസ് എടുത്ത് മാറ്റാൻ പറയത്തില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കും. കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്നൊരു അവയവമാണ് നമ്മളെടുത്ത് മാറ്റുന്നത്. അങ്ങനെ എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും വരാറുണ്ട്. കാര്യം ശരീരത്തിന് കൂടുതൽ പുകച്ചിൽ, അങ്ങനെ ഒരുപാട് യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ളവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. അവർക്ക് ചിലർക്ക് മിക്കവർക്കും ഒരുപാട് ദേഷ്യം, സങ്കടം, ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് അവർക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂട്രസ് കഴിവതും എല്ലാവരും അതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ എടുത്ത് കളയാറുള്ളൂ. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവരുടെ ശരീരത്തിൽ യൂട്രസ് എടുത്ത് കളയാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായത്. പക്ഷേ ജാസി പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ജാസി ഇപ്പോൾ പറയുന്നത് കേൾക്കണം. ജാസി അങ്ങ് ഇങ്ങനെയൊക്കെ ആടി തിമിർക്കാൻ പറ്റുന്ന ജാസിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പൊ എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാസി ഗർഭിണിയാണോ, ജാസിക്ക് എത്ര മാസമായി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ പറയാം, അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് എല്ലാ ഗർഭിണികൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഗർഭിണികളാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പൂതികൾ ഉണ്ടാവുമല്ലോ. ഇന്നത് കഴിക്കണം, അത് കഴിക്കണം, മസാല ദോശ കഴിക്കണം. ഞാൻ എല്ലാ പൂതികളും ഓൾമോസ്റ്റ് തീർത്തു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഇപ്പൊ ഗർഭിണിയാണ്, ഗർഭിണിയാണ്. ഇപ്പൊ എനിക്ക് 5 months കഴിഞ്ഞു. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാവരും കേട്ടോ, പ്രത്യേകിച്ച് ഗർഭിണികള്, മക്കൾക്ക് രക്ഷയില്ല സാധനം പ്രിയ നല്ല സാധനം. പിന്നെ ഒന്നെങ്കിൽ പേട്ടർ വേറെ മസാല, രണ്ടും എല്ലാ ഗർഭിണികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉണ്ടാക്കി തരുന്നത്. ഞാൻ കഴിക്കുന്നത് നിങ്ങളും കൂടി ഉണ്ടാക്കി കഴിക്കുന്നത് പൂതി എനിക്കിപ്പോ ഈ പുളി, എരിവ്, അതൊക്കെ എനിക്ക് പറ്റിയ ഇഷ്ടം. മീനെ സ്ഥലം കാണുമ്പോൾ എനിക്കൊരു ഓക്കാനിക്കാൻ വരും. അത് മീൻ വാങ്ങാറില്ല ഇപ്പൊ. ഓ ഇത് അടിപൊളി. ഗർഭിണിയായപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരുപാട് പൂതികൾ അങ്ങോട്ടെ. ആ പൂതികൾ മറ്റുള്ള ജാസിയോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരും. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം കൂടി കുറഞ്ഞാൽ വരും. പിന്നെ വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് ആ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ ഈ യൂറിനറി ഇൻഫെക്ഷൻ വരും. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. കാര്യം വെച്ചാൽ വെള്ളം കൂടിയുടെ കുറവുണ്ടും നമ്മൾ ഈ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവർക്കും വരുന്നൊരു കാര്യമാണ്. പിന്നെ ഓവർ ചൂട്, നമ്മുടെ ഓവർ ഹീറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആയി കഴിയുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരും. അത് കൊച്ചുങ്ങൾക്ക് പോലും വരാറുള്ളൊരു പ്രശ്നമാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയുടെ ഒരു സിറ്റുവേഷനാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ഛർദ്ദിക്കാൻ വരിക, കഞ്ഞി തിളയ്ക്കുന്ന മണം വരും, ഛർദ്ദിക്കാൻ വരിക. അതുപോലെ തന്നെ കറി വെക്കുന്ന നമുക്ക് ഒരുവിധപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെടാതെ വരിക, നമുക്ക് മൊത്തത്തിലൊരു അസ്വസ്ഥതയും കാര്യങ്ങളും. പിന്നെ ഇതങ്ങ് വല്ലാതെ ഇൻഫെക്ഷനായി കഴിയുമ്പോഴാണ് പനി വരുന്നതും കാര്യങ്ങളും ഒക്കെ വന്ന് ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് വരുന്നത്. ഈ യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് ചിലർക്ക് പെട്ടെന്ന് പനി വരും, ചിലർക്ക് ഇതങ്ങ് കൂടി കഴിയുമ്പോഴാണ് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ യൂറിൻ്റെ കളർ മാറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമുക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു എന്നുള്ളത്. ഇനി അത് വല്ലതായിരിക്കും ഈ ജാസിക്ക്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ മീൻ കാണുമ്പോഴൊക്കെ ഛർദ്ദിക്കാൻ വരുന്നു, ഒക്കാനം വരുന്നു എന്നൊക്കെ പറയുന്നത് ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നാലും ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പുള്ളിക്കാരി ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയായിരിക്കും. പുള്ളിക്കാരി എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ പുള്ളിക്കാരുടെ ആഗ്രഹമല്ലേ, പുള്ളിക്കാരൻ്റെ ആഗ്രഹമല്ലേ പുള്ളിക്കാരി എന്ന് വിളിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഈ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണോ ഇല്ലെന്ന്. ഇപ്പോൾ ഇത്രയും നിങ്ങൾ സംഭവങ്ങൾ കണ്ടല്ലോ. ഇവർ ഗർഭിണിയാണെന്നും ഇവർ 5 മാസമായെന്നും 5 മാസം കഴിഞ്ഞെന്നും ഒക്കെ പറഞ്ഞ് ഇവർ ഒരുപാട് റീലിടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര ഇതായിട്ടൊക്കെ കാണിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടന്നോട്ടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഞാനൊരു സ്ത്രീ ആയെന്ന് പറയും. അപ്പോൾ സ്ത്രീ ആകുന്നതിന് മുമ്പേ പ്രഗ്നൻ്റ് ആകാൻ പറ്റുമോ? ഇവർ മൊത്തം നുണയെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഈ കിടന്ന് ഇതും കൂടെ ഒന്ന് കണ്ടേച്ച് ഇതിനകത്ത് ഇവർ പറയുന്നത് കേട്ടോ, ഇത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും ഒക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ പൊട്ടരാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരാദ്യം തുടക്കം പറഞ്ഞു വരുന്നത് നമ്മൾ കേട്ടാൽ തോന്നും ഇവരുടെ ഡാഷ് എടുത്ത് കളഞ്ഞാന്ന് തോന്നും കേട്ടോ. പക്ഷേ ആ ഒരു സംഭവം നമ്മൾ കോട്ടയം ഫീമെയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഭഗതിൻ്റെ അടുത്ത് കളയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ സംഭവം പോലെ അല്ല ഒറിജിനലായിട്ടത്. അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തു, അതിന് അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ എന്നാണ് ജാസി വിചാരിച്ചേക്കെന്ന് തോന്നുന്നു. ജാസി അതൊക്കെ ഭയങ്കര ഒരു സർജറിയാണ് അതൊക്കെ ഒരു പക്ഷേ ആ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ഓവർ ബ്ലീഡിങ്ങോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരൊക്കെ അത് ചെയ്തിട്ടുണ്ട്, ഇവരതൊക്കെ രീതിക്കൊക്കെ അല്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലർ കൂടുതലുള്ളവർ തന്നെ പറഞ്ഞ് ഓരോന്നിനകത്ത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ചെയ്തതെങ്കിൽ ഇവരൊന്നും അനങ്ങ ഇവർക്ക് വല്ല പരുവിൻ്റെ വല്ല സർജറി ആയിരിക്കും നടന്നത്. കാര്യം അത് ചുമ്മാ ഒന്ന് ചൊട്ടിച്ചതായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ജാസി ഇങ്ങനെ ആയിരിക്കില്ല ഇരിക്കുന്നത്. ആ ഒരു പെയിൻ നല്ല പെയിൻ ആയിരിക്കും. മെഡിസിൻ കഴിച്ചെന്ന് പറഞ്ഞാലും പെയിൻ നല്ലപോലെ ഉണ്ടാകും. പിന്നെ ആ ഒരു സംഭവം കളഞ്ഞാൽ മാത്രം ഉടനെ പെണ്ണാകുമോ? ഒരിക്കലുമില്ല. ആ ഒരു സംഭവം കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പെണ്ണാകുകയില്ല.
പെണ്ണിൻ്റേതായ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വേണം. ഇതെനിക്കൊന്ന് ബ്രസ്റ്റിൻ്റെ ഏതാണ്ട് ഇതാണ് നടന്നേക്കുന്നതെന്നാണ് പറയുന്നത്. അത് അവർക്ക് പിന്നീട് വേണമെങ്കിൽ അത് മാറ്റുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതൊരു സർജറി ആയിട്ട് ഇങ്ങനെ ഇതായിട്ടില്ല എൻ്റെ ഒട്ടിക്കുമോ അങ്ങനെ ഇടക്കാന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. വേറൊരാൾ പറയുന്ന ചാനൽ എത്ര പറയുന്നത് ഞാൻ കേട്ടതാണ്. കാര്യം എന്നെ വെച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഇവർ ബ്രസ്റ്റിൻ്റെ ഇതാണ് നടന്നതെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവർ ഇത്രയും നുണയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇവർക്കിത് മാറി എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിൽ വന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഈ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമെങ്കിലും ഹോസ്പിറ്റൽ എന്നാ സർജറിയാണെന്ന് പറഞ്ഞാലും ഒരു കുറച്ച് ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കാനെങ്കിലും നമ്മൾ കിടക്കേണ്ടി വരും. ഒരു 5 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 6 ദിവസം അല്ലെങ്കിൽ ഒരു 12 ദിവസം നമ്മൾ ആൻറ്റിബയോട്ടിക് ആ മുറിവിൻ്റെ ആഴം അനുസരിച്ചിരിക്കും ആൻറ്റിബയോട്ടിക് നമുക്ക് എടുക്കുന്നത്. അതൊരു ഇഞ്ചക്ഷനായിട്ടായിരിക്കും ആൻറ്റിബയോട്ടിക് എടുക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് ടാബ്ലറ്റാക്കി നമ്മളെ വീട്ടിലേക്ക് വിടുന്നത്. ഇത് പക്ഷേ പുള്ളിക്കാരി അവിടെ പോയി ഉടനെ തന്നെ വീട്ടിൽ പോന്ന് വീട്ടിലെ ഭയങ്കര ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഒരാൾ ആ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ച് സത്യം അറിഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിത് സത്യം അറിയാതെ ഒരുപാട് പേര് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എന്നാത്തിനാണ് നിങ്ങളുടെ ആ ഒരു സമയം ഇവർക്ക് വേണ്ടി വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കളയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അസുഖങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങളെ പ്രാർത്ഥിച്ച പുണ്യെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ നമ്മളൊരുമാതിരി പൊട്ടരാക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. നമുക്ക് അദ്ദേഹം വിളിച്ച് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണ്. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ്. സത്യമാണ്, അതിനെപ്പറ്റിയാണ് കേരളം മൊത്തം ചർച്ച ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട്, നമുക്ക് ചിരി വരും. എല്ലാത്തിനകത്ത് ഇങ്ങനെ മണികളിലേക്കാണ് കാണിക്കുന്നത് ജാസിയുടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒത്തിരി ഇതുണ്ട് നമുക്ക്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജാസി നിൻ്റെ ഉള്ളിൽ ഒരു യൂട്രസ് പോയിട്ട് ഒരു ഗർഭപാത്രം പോയിട്ട് ഒരു സ്റ്റീൽ പാത്രം പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. സത്യമാണത്. എന്നാത്തിനാണ് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇറങ്ങുന്നത്. ജാസിയുടെ ഇവർ ശരിക്കും ഒരു പുരുഷനായിരുന്നു. എന്നിട്ട് പിന്നെ ഇവരായിക്കോട്ടെ കാണിച്ചോട്ടെ, ചിലർക്കൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ചിലർക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളോട് തോന്നാതെ പുരുഷന്മാരോട് തന്നെ ഒരു ആകർഷണം തോന്നുന്നൊരിതുണ്ട്. അത് അവരുടെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ആയിക്കോട്ടെ, പക്ഷേ അവരതെല്ലാം ചെയ്തോട്ടെ, അതൊക്കെ അവരുടെ കാര്യങ്ങൾ. നമ്മളിതിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ ഇന്ന് വരെ ഇവരൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. ഇവർ ഓരോന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ റിയാക്ട് ചെയ്തിട്ടില്ല. കാര്യം ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു പെണ്ണാണ്, അതുകൊണ്ടാണ് ഇത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. കാര്യം ഈ പ്രസവം ഒരു കുഞ്ഞിനെ ഒരു വയറ്റിൽ ചുമക്കാന്നൊക്കെ പറയുന്നത് ചുമ്മാ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അത് പ്രസവിക്കുക എന്ന് പറഞ്ഞത് ഈന്തപ്പഴത്തിൻ്റെ കുരു കളയുന്ന മാതിരിയല്ല. അതൊരു പെണ്ണ് അനുഭവിക്കുന്ന അവളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് അവളൊരു സ്ത്രീയാണ് എന്നുള്ളത്. ഒരു പെണ്ണ് പീരിയഡ്സായി കഴിയുമ്പോൾ തന്നെ അവൾ സ്ത്രീയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരു അമ്മയായി കഴിയുമ്പോൾ അവൾ ഒന്നും കൂടി പൂർണ്ണമാകുകയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പ്രസവിക്കാത്ത സ്ത്രീകളൊന്നും പൂർണ്ണത ചെല്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോരോ എന്നതെങ്കിലുമൊക്കെ എനിക്കൊക്കെ ആണെങ്കിലും പ്രഗ്നൻ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരുപാട് താമസം വന്നായിരുന്നു. കാര്യം ഒരുപാട് ദിവസം, 1 വർഷമൊന്നും എടുത്തില്ല, എന്നാലും കുറച്ച് സമയം എടുത്തായിരുന്നു. ട്യൂബിന് ചിലക്കെട്ട് എല്ലാ സ്ത്രീകൾക്കും ഓരോ പ്രശ്നങ്ങൾ. ഹോർമോണിൻ്റെ പ്രശ്നമുള്ളവർക്ക് ലേറ്റ് ആകാറുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ലേറ്റ് ആകാറുണ്ട്. അങ്ങനെ ഓരോരോ ഇപ്പം മനുഷ്യരുടെ ഫുഡിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ മാറ്റി ഒരുപ്പെട്ടവർക്കൊക്കെ അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പുരുഷൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു ഗർഭപാത്രം ഇല്ലാതെ ഒരു കുഞ്ഞിനെ എങ്ങനെ ഉള്ളിൽ ചുമക്കാൻ പറ്റും ഒരു പുരുഷന്? ഒരു സ്ത്രീ ഇപ്പം എത്ര നാൾ പ്രഗ്നൻ്റ് ആയില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 15 വർഷം, അല്ലെങ്കിൽ 20 വർഷം 25 വർഷം കഴിഞ്ഞ് ഒരു പ്രഗ്നൻ്റ് ആവുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞിട്ട്. ആ സമയത്തും അവർക്കൊരു പ്രതീക്ഷ എന്നാന്ന് ചോദിച്ചാൽ തൻ്റെ ഉള്ളിലൊരു യൂട്രസ് ഉണ്ടെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ആ യൂട്രസ് ഉണ്ട്, ഒരു കുഞ്ഞിനെ നമുക്ക് അതിനകത്ത് കരുതാനൊരു സ്ഥലം നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊരിതുള്ളതാണ്. അതുപോലും ഇല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ ഇപ്പോൾ പേറും, ഞാൻ 5 മാസമായി, ഞാൻ മറ്റന്നാൾ പേറും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം നടന്നേച്ച് ഞാൻ ഇപ്പോൾ ഒരു സ്ത്രീയായി. ഞാൻ ആദ്യം ഓർത്തു കേട്ടോ ഞാനൊരു സ്ത്രീയായി പൂർണ്ണതയിലെത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഡെലിവറി കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായിരിക്കും. എന്നിട്ടും ഞാനൊന്ന് ഞെട്ടി, ദൈവമേ ഇവരുടെ ഡെലിവറി കഴിഞ്ഞോ എന്നോർത്ത്. അങ്ങനെ ആയിരുന്നു കരുതേ. പക്ഷേ ഇതാണ് സംഭവം എന്ന് മനസ്സിലായില്ലായിരുന്നു. എന്നതാണേലും നുണകൾ പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ കോമാളിയാക്കുന്ന രീതിയിലുള്ള നുണകൾ നിർത്തുക. നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിലേ തന്നെ പറയാം, ഞാനൊരു
കുഞ്ഞിനെ എനിക്ക് ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ അതുകൊണ്ട് ഒരു അമ്മയാകും, ഇപ്പോഴേ ഞാൻ എൻ്റെ വയറും എല്ലാം ഒന്ന് ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുക. അത് എത്ര മാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആരും നിങ്ങളെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു അക്ഷരം പറയും. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് കാണും. അങ്ങനെ നിങ്ങളൊരു കാര്യം പറഞ്ഞ് ഞാനൊരു അമ്മയാവും, അത് എനിക്ക് അനുഭവിക്കണം, എനിക്കൊരിക്കലും പ്രസവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, എനിക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണം, പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു അമ്മയാകാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുമാണ് എന്ന് പറയണം. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരുവാണെങ്കിൽ എത്ര അന്തസ്സുണ്ട്, നിങ്ങളെ എത്ര പേര് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യപ്രവൃത്തിയാണത്. കാര്യം അതിനൊരു അച്ഛനും അമ്മയാകാൻ നിങ്ങളെ കൊണ്ട് പറ്റുക എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കേട്ട് അവർ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് സത്യമാണോ ദൈവത്തിന് അറിയാം കേട്ടോ, പ്രാർത്ഥിച്ചെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ മണ്ടത്തരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം നിങ്ങൾ കളയാതിരിക്കുക, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, ജാസിയുടെ ഗർഭം അത് ഫേക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമായിരിക്കുന്നു. കാര്യം ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞില്ലേ, ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്നാണെങ്കിലും ഇത് അവസാനം പൊളിയുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ പൊളിയുന്ന സമയത്തെ കൂടെ കിട്ടി ഒന്നിച്ചങ്ങ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.